मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഓഹോ ബണി ഒന്ന് വേഗം ആട്ടെ. കഴിഞ്ഞോ കൊച്ചളിയ? കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? അടിപൊളിയായിട്ടുണ്ട്. ഓഹോ വളരെ നന്നായിട്ടുണ്ട്. ശരി, അതിന് മുകളിലേക്ക് കയറ്റി വെക്ക്. ആ അല്പം കൂടി മുകളിലേക്ക്, അല്പം കൂടി. ഇനി മോളിലോ? ഇത്രയും മുകളിലേക്ക് എന്തിനാ ഇത് കയറ്റുന്നത്? മാഡം പറയുന്നത് കേക്കടാ. ആളുകളെ കണ്ട് വായിക്കേണ്ടതല്ലേ, പിന്നെ എന്തിനാ എത്ര മുകളിലേക്ക് കയറ്റുന്നത്? അതുകൊണ്ട് പറഞ്ഞു പോയതാ. നീ പറഞ്ഞത് ശരിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഇത്രയധികം ചിന്തിച്ചത്. നിന്റെ ചിന്ത എന്തായാലും വലുതാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. അല്പം കൂടി, അങ്ങനെ തന്നെ മതി. നന്നായിട്ടുണ്ട്, വീട്ടേക്ക്. എടാ സൂക്ഷിച്ച്. ഓ എടാ, തത്തേരെ തലേന്ന് കിളി പറക്കുന്ന കണ്ടോ? കൊച്ചളിയ, ഇവർ തലക്കകത്ത് നിന്ന് വന്ന കിളികൾ അവസാനം എവിടെ പോയി താമസിക്കും? എന്താ ഇത്? ജോലിയുടെ ആദ്യ ദിവസം തന്നെ ആദ്യമായി ചെയ്ത ജോലി നിങ്ങൾ നന്നായി ചെയ്തില്ല. പോപ്പറ്റിന് വേഗം പുറത്തേക്ക് എടുക്ക്. ഓ പോപ്പട്ടെ, നീ നന്നായിട്ട് കുടുങ്ങിയിരിക്കുന്നു. അതെ കൊച്ചളിയ, ഇവൻ പുറത്തേക്ക് വരുന്നേ ഇല്ല. എടാ നിർത്ത. ഇവന്റെ തലയ്ക്ക് ചുറ്റും ഇപ്പൊ ഒരുപാട് കിളികൾ പറക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇവന്റെ കിളി പോയെന്നാ. പേടിക്കട്ടെ കൂട്ടുകാരാ, നിന്നെ ഞങ്ങൾ രക്ഷിക്കാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തനിയെ പുറത്തു വന്നോളാം. രണ്ടിനോടും അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ജീവിതത്തിൽ ആരെയും നിങ്ങൾ രക്ഷിക്കാനായിട്ട് പോകരുത്. നീയൊക്കെ രക്ഷിക്കാൻ പോയാ അവന്റെ കാര്യം അതോടെ പോക്കാം. മുറിവേ ഞാൻ കെട്ടിത്തരാ. വേണ്ട, മര്യാദകളെടുത്ത് പൊക്കണം. എന്റെ പൊന്നു പോപ്പട്ടെ, താ. തെറ്റ് എന്റേതാണല്ലോ. നിന്നോടാ പറഞ്ഞത് പോവാൻ. എന്നെ ഒരു പരുവത്തിലാക്കി. ഈ ഒറ്റ ചിറകും വെച്ച് ഞാൻ ഇനി എങ്ങനെ പറക്കും? പേപ്പർ പോലും എന്നെക്കാൾ ഉയർത്തി പറക്കുന്നുണ്ട്. സംശയമുണ്ടോ? എടാ തരാനാ പറഞ്ഞ. സോറി, നീ ഇത് തനിയെ ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പഴാ പിടി കിട്ടിയത്. മാഡം എന്തിനു വേണ്ടി എത്രയും പൊക്കത്തിന് ബോർഡ് വയ്ക്കാൻ പറഞ്ഞെന്ന്. കൂട്ടുകാരെ, നിങ്ങൾ എന്തായാലും ചെയ്തത് നല്ല കാര്യം തന്നെയാ. ഈ സിറ്റിയിൽ എന്തായാലും ഇങ്ങനെ ഒരെണ്ണം അത്യാവശ്യമായിരുന്നു. പ്ലീസ് വന്നിരിക്കൂ ജിറാഫ് ചേട്ടാ. എടാ, ഇരുന്നിട്ട് മുഖം കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ മുഖം ആരെങ്കിലും കാണുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നാണ്. പിന്നെ ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം കേട്ടോ. നാളെ എന്റെ ജീവൻ എന്റെ ചക്കര മുത്ത് എന്റെ തങ്കക്കുടത്തിന്റെ ജന്മദിനമാണ്. അതായത് ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്റെ പൊന്നച്ച, ഈ ജന്മദിനം എന്റേതാണ്. ഈ ചക്രക്കുട ആരാ? അത് നീ തന്നെയാണ് എന്റെ മുത്തേ. ഇതാ നോക്കൂ, എന്റെ പുന്നാരം മോന്റെ ബർത്ത്ഡേ പാർട്ടിയെ നിങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്യണം. തീർച്ചയായും മിസ്റ്റർ ജിറാഫ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ബർത്ത്ഡേ പാർട്ടി ഈ സിറ്റി തന്നെ വാ പൊളിച്ചു നോക്കും. എന്നാൽ ഇതാ പിടിച്ചോളൂ അഡ്വാൻസ്. താങ്ക് യു ജിറാഫ് സർ. ശരി, എന്നാൽ ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. നാളെ പാർട്ടിയിൽ വെച്ച് കാണാം. സോറി കട്ട്കർ മേഡം, സീലിംഗ് പൊട്ടിപ്പോയി. ഇതിനെ കൂടി ഞാൻ പേയ്മെന്റ് ചെയ്തേക്കാം. വാ ചക്കരമുത്തേ, നമുക്ക് പോകാം. ചക്കരമുത്തിനോടൊപ്പം അച്ഛൻ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ ആരോടൊപ്പം വീട്ടിലേക്ക് വരണ്ടേ? ചക്കരമുത്തെന്ന് പറഞ്ഞത് നിന്നെ തന്നെയാ. നീ ഒന്ന് വന്നേ. കുട്ടികളെ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഇത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഓർഡർ ആണ്. ഇതിൽ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. പാർട്ടി നല്ല അടിപൊളിയായിട്ട് നടക്കണം. Yes, madam. സാർ ഇതാ സാർ, ഇത് കഴിക്കൂ സാർ. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? എനിക്കിത് വലിയ ഇഷ്ടമാണ്. വാ, ഞാൻ വേറെ കാണിക്കാം. നല്ല സുഖമുള്ള തണുപ്പിതാണ്. ഒരു കൂൾ ഡ്രിങ്ക്സ് തരൂ വേഗം.
വൗ, അടിപൊളി. രക്ഷപ്പെട്ടു. ഞാൻ ആരോടൊപ്പം വീട്ടിലേക്ക് വരണ്ടേ? ആ ആന കുരങ്ങനോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു കുഴപ്പമില്ല, ഞാനത് ഇപ്പൊ വരാം. ഇപ്പൊ ഇഷ്ടപ്പെട്ടോ? എന്താ ഞാൻ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇപ്പോഴും ചിരി വരുന്നില്ലേ? കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇനി എന്നെ ചിരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ അച്ഛനെ വിളിക്കും. എനിക്കെന്താ നിന്റെ അച്ഛൻ്റെ അടുത്ത് പേടിയെന്ന് വിചാരിച്ചോ? മോനെ, നിന്നോട് ഞാൻ ചോദ്യമാണ് ചോദിച്ചത്. നിന്റെ അച്ഛനെ കണ്ടാൽ എനിക്ക് പേടിയാണെന്നാ ചോദിച്ചത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അതെ, വല്ലാതെ നീ പേടിക്കെന്ന് പറയണം. നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് കുട്ടാ. നീ എത്രമാത്രം ക്യൂട്ട് കുട്ടിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. എടുത്ത് കഴിക്കുന്നേ, ഇത് നല്ല രസമുണ്ട്. ഞാനിപ്പോ ചെക്ക് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. എടോ, തന്റെ സ്നാക്സിനകത്ത് ഉപ്പൊന്നും ഇല്ലല്ലോ. ആ? ഇത് സ്നാക്സ് അല്ല, രസഗുളയാണ്. ഓ, അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ പോക്കായി. ഹലോ എവരിവൺ, എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. കൂട്ടുകാരെ, സമയമെത്തിയിരിക്കുകയാണ്. എന്റെ തങ്കമുത്ത് കേക്ക് കട്ട് ചെയ്യും. അച്ഛാ, തങ്കമുത്ത് കേക്ക് കട്ട് ചെയ്യെങ്കിലേ പിന്നെ ഞാൻ ഏത് കേക്കാ കട്ട് ചെയ്യുന്നേ? എന്റെ മോനെ, നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. കേക്ക് കൊണ്ടുവരൂ. എന്റെ കയ്യ്. ഇതുവരെ ഇതില് കാൻഡിൽ വെച്ചില്ലേ കൊച്ചളിയ? നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഹുയ്, ഹൈ. ഇത് എങ്ങനെയാ മുകളിൽ വെക്കുക? എടാ വേണ്ട ഹണി. എന്റെ അമ്മച്ചി. ഹണി, എന്തായി കാണിച്ചത്? എടാ, നീ എന്തിനാ കേക്ക് നശിപ്പിച്ചത്? ഞാനിത് ഇപ്പൊ തന്നെ ശരിയാക്കി തരാം കൊച്ചളിയ. ഈ ഹണി വീണ്ടും എന്തോ മണ്ടത്തരം കാണിച്ചെന്നാ തോന്നുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇത് കഴിക്കാൻ ഉണ്ടാക്കിയതാണോ അതോ മ്യൂസിയത്തിൽ വെക്കാൻ ഉണ്ടാക്കിയതാണോ? ഷേപ്പ് മാറിയെന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ആ? അതെ, ഇപ്പൊ ടേസ്റ്റ് അല്പം കുറഞ്ഞു പോയി. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെള്ളം ഒഴിച്ച് ഇപ്പൊ തന്നെ കഴുകി തരാം. കേക്ക് മുഴുവൻ നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് എല്ലാരും കഴിക്ക്. എന്നാ കഴിക്ക്. പിടിച്ചോ. എല്ലാരും കഴിക്ക്, എല്ലാരും വയറ് നിറച്ച് കഴിക്ക്. നിനക്കാ കൊണ്ടത്. ഇന്നാ നീ വെച്ചോ. അടിപൊളി, പോയി കളിക്കാം. ഞാനും കളിക്കും.
നിങ്ങളുടെ മുഖത്ത് കൊണ്ടു ഇപ്പൊ നിന്റെ മുഖത്ത് കൊണ്ടുപോവാ. ഇതോ കേക്ക് ഫൗണ്ടൻ. എന്താ പറ്റേ? എന്താ ഇത്? എന്നെ എറിഞ്ഞിരിക്കുകയാണ്. എല്ലാരും എറിയേ ഫുഡ് ഫൈറ്റ്. ഓയ്, എന്നെ വിട്ടേക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. എല്ലാ കേക്കും വയറ്റിനകത്ത് പോയി വയറങ്ങ് നിറഞ്ഞു പോയി. സംശയമുണ്ടോ? വേണ്ട കുട്ട, വേണ്ട. നിന്റെ അച്ഛനോട് പോയി പറഞ്ഞേക്കരുത്. വരുവാക്കൾ, നമുക്ക് പോയി കളിക്കാം. ആദ്യമായിട്ട് കിട്ടിയ ഓർഡർ ആയിരുന്നു. ഇവന്മാരെല്ലാവരും ചേർന്ന് അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ജിറാഫ് സർ, നിങ്ങളുടെ പാർട്ടി ഞാൻ കാരണം നശിച്ചു പോയി. എന്താ നിങ്ങൾ പറയുന്നത്? നശിച്ചതല്ല, വളരെ നന്നായിരുന്നു പാർട്ടി. നിങ്ങൾ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയേ. എല്ലാരും എത്ര സന്തോഷിച്ചിരിക്കുകയാണ്. ഇത്രയും നല്ല പാർട്ടി നടത്തിയതിനു വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് മിസ് കാട്ട്കർ. എന്റെ മോനെ ഇത്രയും സന്തോഷമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ ഫുൾ ആൻഡ് ഫൈനൽ പേയ്മെന്റ്. പിന്നെ ഇതൊരു അഡ്വാൻസ് പേയ്മെന്റ് എന്റെ ബർത്ത്ഡേക്കായി. സോറി മാഡം. വേണ്ട വേണ്ട, നിങ്ങൾ എന്തിനാണ് എന്നോട് സോറി പറയുന്നത് കുട്ടികളെ? ഈ പാർട്ടി അടിപൊളിയാക്കിയത് നിങ്ങൾ തന്നെയാണ്. എന്ത്? ഞാൻ അടിച്ച് തകർക്കുകയല്ലേ ചെയ്തത്?